നമസ്കാരം. പ്രസംഗിക്കാനൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. ഞാൻ പ്രസംഗം എഴുതി കൊണ്ടുവന്നിട്ടില്ല. പിന്നെ ഇത് ബിരിയാണിയുടെ വിശേഷമായതുകൊണ്ട് നമുക്ക് വലിയ പ്രിപ്പറേഷനൊന്നും ഇല്ലാതെ തന്നെ ബിരിയാണിയെ പറ്റി എന്തുകൊണ്ടാണ് പറയാം. ലോകത്ത് ഒരുപാട് തരം ബിരിയാണി കുറേ പേര് കഴിച്ചിട്ടുണ്ട്. കേരളത്തിൽ തന്നെ കേരളത്തിൽ അങ്ങോട്ടും പലജാതി ബിരിയാണി. ജഡ്ജ് പറഞ്ഞതുപോലെ ഓരോ സ്ഥലത്തും ഓരോ തരം ബിരിയാണി. തോന്നിയ ദിവസമല്ല, നല്ല ചിക്കൻ മട്ടങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ അഞ്ചേരി ബിരിയാണി, കണ്ണൂർ ബിരിയാണി, കോഴിക്കോട് ബിരിയാണി, കൊച്ചി ബിരിയാണി, തിരുവനന്തപുരം, കൊല്ലം ബിരിയാണിക്ക് വേറെ വേറെ. എൻ്റെ വീട്ടിലെ ഭാര്യ ഉണ്ടാക്കുന്ന ഒരു വേറെ ബിരിയാണി. പിന്നെ തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് ബിരിയാണി. ചാർ ബിരിയാണിയുണ്ട്, ഡബക്കട്ട് ബിരിയാണിയുണ്ട്, വേണു ബിരിയാണിയുണ്ട്, അങ്കണ്ണൂർ ബിരിയാണിയുണ്ട്. ബാംഗ്ലൂർ പോയി കഴിഞ്ഞാൽ അവിടെ വേറെ ബിരിയാണിയുണ്ട്, ഹൈദരാബാദി ബിരിയാണി, പലതരത്തിലുള്ളതുണ്ട്. പിന്നെ അങ്ങോട്ട് ബോംബെ, അങ്ങനെ കാശ്മീരി ബിരിയാണി, പലതരം ബിരിയാണി. എല്ലാം ഒന്നിനൊന്ന് മെച്ചപ്പെട്ടതും ഓരോ പാചകക്കാരുടെ അഭിരുചി അനുസരിച്ചിട്ട് മാറുന്നതും. അപ്പോൾ എല്ലാവരും എല്ലായ്പ്പോഴും എല്ലാ ബിരിയാണിയും നമുക്ക് രുചികരമാകണമെന്നില്ല. പലരുടെയും ബിരിയാണി പലപ്പോഴും രുചികരമാകുക തന്നെ ചെയ്യുകയും ചെയ്യും. എന്നാലും ഈ ബിരിയാണി ഫെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കുറച്ച് ഹെവിയായിട്ടുള്ള ഫുഡാണ്. എപ്പോഴും ബിരിയാണി കഴിക്കാൻ മാത്രം നല്ലതല്ല. പിന്നെ പലതരം ബിരിയാണി ഉണ്ടല്ലോ. വെജിറ്റബിൾ ബിരിയാണി, ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, ബീഫ് ബിരിയാണി, ഫിഷ് ബിരിയാണി, പ്രോൺ ബിരിയാണി, അങ്ങനെ വരും. ഈ ബിരിയാണിയുടെ ഒരു വലിയ പരമ്പര തന്നെ നമ്മുടെ നാട്ടിലുണ്ട്. ഭക്ഷണപ്രിയരായ നമ്മൾ പലതരം ബിരിയാണി ഉണ്ടാക്കി നമ്മൾ കഴിക്കും, അതുപോലെ അവർക്ക് കൊടുക്കുകയും ചെയ്യും. ബിരിയാണിക്ക് വലിയൊരു പ്രത്യേകത പറഞ്ഞാൽ ഒരുപാട് ബിരിയാണി ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ട് കഴിഞ്ഞാൽ വിളമ്പാനൊന്നും വലിയ ബുദ്ധിമുട്ടില്ല, ഒന്നല്ലേ ഉള്ളൂ. ഒരുപാട് തരം കറികളൊന്നും വിളമ്പി ഇങ്ങനെയാണ് നമ്മുടെ പലരും അത് എളുപ്പമായിട്ട് ഉണ്ടാക്കുന്നവരും ഒന്നില്ല. ഏതായാലും ബിരിയാണി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും നാളുകളും കടന്നു പോകും. ഈ ബിരിയാണി ഫെസ്റ്റിവല് എനിക്ക് ഏറ്റവും വലിയ അത്ഭുതം ഈ ജഡ്ജിമാർ ഈ 10-28 ബിരിയാണി കഴിച്ചത് എൻ്റെ രീതിയിൽ നല്ല തരുന്നുണ്ടോ. പലപ്പോഴും നമുക്ക് പറ്റാറില്ല. അതൊരു വലിയ കഴിവാണ്. അവർ ഉണ്ടാക്കിയതിനേക്കാളും നല്ലത് കണ്ടുപിടിക്കുന്നതാണ്. ഏതായാലും എല്ലാ വിജയികൾക്കും ആശംസകൾ നേരുന്നു. ഇത് കണ്ടുപിടിച്ച ജഡ്ജസിന് പ്രത്യേകിച്ച് ആശംസകൾ. നമസ്കാരം. താങ്ക് യു.